എന്താ ഭംഗിയില്ല ആ യെല്ലോ ആൻഡ് ഇരിക്കാനോട് പറ്റില്ലെങ്കിലും നിങ്ങൾ ആ വെയിലത്ത് ഒത്തിരി കഷ്ടപ്പെട്ട് കാരണം അത് ഞാൻ ഇവരോട് ചോദിച്ചു. ഗ്രേറ്റ് വേ ടു സ്റ്റാർട്ട് എ ഡേ. ഹലോ എവ്രി വൺ, ഇന്നത്തെ വീഡിയോ കുറച്ച് ഏറെ സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ്. ഇത് ഞാൻ ഫസ്റ്റായിട്ട് വർക്ക് ചെയ്തൊരു ഫേമിൽ ഒരു 1 month ഇൻറ്റേൺഷിപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു ഇൻറ്റേൺഷിപ്പ് ഡേയ്സ് കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഞാൻ കൊളാജ് ചെയ്ത് ഒരൊറ്റ വീഡിയോ ആക്കിയേക്കണതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. തന്നെ കൊടുക്കുന്നില്ല വിഷയത്തില്. ഹാപ്പി ന്യൂ ഇയർ കുട്ടി. ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ. കുട്ടീസ്. അപ്പോൾ ഞാൻ പഠിച്ചത് BA വിഷ്വൽ ആർട്ട് ഇൻറ്റീരിയർ ഡിസൈനിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സെമസ്റ്ററിൽ 6th സെമ്മിൽ ഒരു സബ്ജക്റ്റായിരുന്നു ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ നമ്മളൊരു ഫേമിൽ 1 month വർക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം 2023 ഡിസംബറിൽ ആ ഒരു ലാസ്റ്റ് വീക്കായിരുന്നു ജോയിൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടൊരു ഫസ്റ്റ് സെലിബ്രേഷൻ എന്നൊക്കെ പറയാനായിരുന്നെങ്കിൽ അത് ന്യൂ ഇയറിൻ്റെ ആയിരുന്നു. ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്ങും അത് കഴിഞ്ഞിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ. എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിച്ചൊരു കാര്യമായിരുന്നു അവരുടെ ആ ഒരു പ്രസൻറ്റേഷൻ. അതായത് 2023 അവരുടെ അച്ചീവ്മെൻറ്റ്സും അതുപോലെ തന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതൊക്കെ ആയിട്ടുള്ളൊരു ബ്രീഫായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ. പക്ഷേ എന്നെ എക്സൈറ്റ് ചെയ്യിച്ച കാര്യം വേറെ ഒരു കാര്യമായിരുന്നു. മാം എല്ലാവരുടെയും ക്ലയൻറ്റ്സ് എസ്പെഷ്യലി ഞാൻ പറയുവാണെങ്കിൽ എല്ലാവരും പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈച്ച് ആൻഡ് എവറി ക്ലയൻറ്റ് ആൻഡ് ദ ഡീറ്റെയിൽസ് മാം പ്രോപ്പറായിട്ട് പറയും. അതുപോലെ തന്നെ അവരുടെ വർക്കിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചായിരുന്നു. ഫോർ മീ ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി. ഐ റെസ്പെക്ട് ഹെർ എ ലോട്ട്. ഡിസ്കറേജ് ചെയ്ത സാഹചര്യമായിരുന്നു. പക്ഷേ ദ ഫോർമുല വർക്ക്ഡ് ഔട്ട് ബിക്കോസ് രണ്ട് കൂട്ടരുടെ ഇന്റൻഷനകത്ത് വേറെ ഹിഡൻ അജണ്ടകളൊന്നും ഉണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് എ റീസൺ. ആൻഡ് നല്ല എക്സൈറ്റിംഗ് പ്രോജക്ട്സ്, പക്ഷേ ഡിസിപ്ലിൻഡാണ്. ഇടുന്ന ടൈം ഭയങ്കര ഡിസിപ്ലിൻഡാണ്. I used to still remember my first presentation day. എൻ്റെ ഫസ്റ്റ് പ്രസൻറ്റേഷൻ ഡേ ഫോർ മീ അതെനിക്ക് എപ്പോഴും ഒരു മെമ്മറബിൾ ആയിരിക്കും. ബിക്കോസ് ഞാൻ കോളേജിലും പ്രസൻറ്റേഷൻസൊക്കെ ചെയ്യുന്ന ഒരു ആൾ തന്നെയായിരുന്നു. ബട്ട് ഐ ഡിഡൻറ്റ് ഈവൻ ഗെറ്റ് എനി അപ്രിസിയേഷൻ ഫ്രം മൈ ഫാക്കൽറ്റി സൈഡ്. ഡോണ്ട് നോ വൈ. ബട്ട് ഇവിടുത്തെ പ്രസൻറ്റേഷൻസ് എപ്പോൾ കഴിഞ്ഞാലും ഐ ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് ക്ലാപ്സ് ആൻഡ് മാം സേ താങ്ക് യു കാവ്യ. ആൻഡ് ഷീ മെൻഷൻഡ് ദ നെയിം. ആര് പ്രസൻറ്റേഷൻ ചെയ്താലും അവരുടെ നെയിം റെപ്രസെൻ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ റെസ്പെക്റ്റ് ചെയ്ത് അവരുടെ പേര് മെൻഷൻ ചെയ്തൊരു താങ്ക് യു. എനിക്കത് ഭയങ്കര ഒരു ഫോർ മീ ഇറ്റ്സ് എ ഫീൽ ഗുഡ്. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ഇൻ വേർഡ്സ്. യാ, സോ ദാറ്റ്. Well, for me, my syllabus was too tough for me. I think architectural students can relate with my words. Well, we have a lot of sleepless nights to complete a project. ആ ഒരു ഡിഫിക്കൽട്ടീസ് കണ്ടുകൊണ്ടാണോന്നറിയില്ല, എൻ്റെ സിബ്ലിങ്സ് രണ്ടുപേരും സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് ആയിരുന്നു. ആൻഡ് they wanted to switch my career into IT field. ആ ഒരു ടൈമിൽ I love to study. അതുകൊണ്ട് തന്നെ എനിക്കൊരു പുതിയ സബ്ജക്ട്സ് പഠിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാനാണെങ്കിലും ഒന്ന് സ്വിച്ച് ചെയ്യാനാണെങ്കിലും ഒരു വേറെ പ്രൊഫഷൻ ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്. അപ്പോൾ എൻ്റെ ഒരു പ്ലാന് ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് IT ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. ആ ഒരു പ്ലാൻ ഓൾവേസ് ഇൻ മൈ മൈൻഡ്. ആ ഒരു ടൈമിലായിരുന്നു ഞാൻ SK ആർക്കിടെക്ട്സിൽ ഇൻറ്റേൺഷിപ്പിന് വന്നതും സൈറ മാമിനെ മീറ്റ് ചെയ്യണതൊക്കെ. ആ ഒരു സമയത്താണ് ഐ റിയലൈസ്ഡ് ദ പോയിൻറ്റ് ദാറ്റ് ഞങ്ങളുടെ സിലബസ്സേ അല്ല, അതായത് നമ്മൾ പഠിക്കണേക്കാളും ദർ ആർ എ ലോട്ട് ഓഫ് ക്രിയേറ്റീവ് സൈഡ് ആസ് ആൻ ഇൻറ്റീരിയർ ഡിസൈനർ. മെയിൻലി സൈറ്റ് വിസിറ്റ് വരും, നമുക്ക് മെറ്റീരിയൽ സ്റ്റഡീസ്,
ആൻഡ് എവറിത്തിങ്, ദ പ്ലാനിങ്, ദ ഡിസ്കഷൻ പ്രോസസ്സ്, എവറിത്തിങ്. ഈ ഒരു ഫേമിൽ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് എന്താണ്, അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനർ എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, ആ ഒരു എൻവയോൺമെൻറ്റ് കണ്ടുകൊണ്ട് മാത്രമാണ് ഐ സ്വിച്ച് മൈ കരിയർ ആൻഡ് നൗ ഐ ആം എൻ ഇൻറ്റീരിയർ ഡിസൈനർ, എവറിത്തിങ് ബിക്കോസ് ഓഫ് സൈറ മാം ആൻഡ് SK ആർക്കിടെക്ട്സ്. ആ ഒരു ജാനുവരിയിലായിരുന്നു ദിൽ ചേച്ചിയുടെ ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. Happy birthday to you. Yay! Happy 25th birthday. Oh! സർപ്രൈസ് ആടാ. അൽബുമാസ് ഏതാ? ഓക്കെ, സ്മൈൽ സ്മൈൽ സ്മൈൽ. ജോടാ 27 out. Just number 2 on stage. ആര് ശ്രീയോ? എങ്ങന്തോ അങ്ങനെ അതെ. സന്തോഷായില്ലേ? അങ്ങനെ എൻ്റെ 1 മന്തിൻ്റെ ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞ് ഇതെൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ എനിക്ക് അവർക്ക് എല്ലാവർക്കും ഒരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പെടുത്ത് ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്ത് അതൊന്ന് റോളാക്കി നമ്മൾ ഈ ഗ്രാജുവേഷൻസിനൊക്കെ കൊടുക്കില്ലേ, അതുപോലെയൊക്കെ ഒരു റിബണൊക്കെ കെട്ടി, അതുപോലെ തന്നെ ഫെറാറോ ഷെയറിൻ്റെ മൊമെൻറ്റ്സും കൂടെയും ഒരു സ്വീറ്റായിട്ട് അവർക്ക് റിട്ടേൺ ഗിഫ്റ്റ് എനിക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് അവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അവരുടെ റിയാക്ഷൻസ് ഒന്ന് കാണാം. ഞാൻ അത്യാവശ്യം എക്സൈറ്റഡ് ആയിരുന്നു അവരുടെ റിയാക്ഷൻസ് കാണാൻ. അപ്പോൾ അതൊരു മെമ്മറബിളായിട്ട് ഞാനത് ജസ്റ്റ് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു.
short time with few people, right? In fact, we tried to get a mug printed for you people. പക്ഷെ അനുസരിച്ചിട്ട് പറ്റിയില്ല ചെയ്തെത്തിക്കാൻ. അത് കിട്ടുന്നത് മെസ്സേജ് ഇടാം കേട്ടോ. എപ്പോഴെങ്കിലും ഇതിൽ കയറി കളക്ട് ചെയ്യണേ. എൻ്റെ കോൺഫിഡൻസ് അടിക്കാറുണ്ട്. This is a very special one for എല്ലാവർക്കും കൊടുത്ത്. അപ്പൊ ഞാൻ ആൻസിയോട് ആക്ച്വലി ഒരു കോഫി മഗ് പ്രിന്റ് എടുക്കാൻ വേണ്ടി ദിൽഷ കേട്ടിരുന്നു എനിക്കറിയില്ല. ഇവരുടെ ഫോട്ടോ വെച്ചിട്ട് മഗ് പ്രിന്റ് ചെയ്യാൻ ആൻസിയോട് ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കേട്ടായിരുന്നോ? എന്നായിരുന്നു അത്? ലാസ്റ്റ് വീക്ക് ആയിരുന്നു. ആൻസിയോട് ചോദിച്ചു നോക്കുക. അപ്പൊ അത് പ്രിന്റ് എടുത്ത ശേഷം നമുക്ക് ഇവർ എപ്പോഴെങ്കിലും വന്ന് കണക്ട് ചെയ്യും. എന്തോ കണ്ടാ നമ്മുടെ ഓഫീസാന്ന് പറയത്തില്ല, വേറെ ഏതോ സ്ഥലം. ഇത് എന്താ ഭംഗിയില്ല യെല്ലോ ആൻഡ് ഇരിക്കാനോട് പറ്റില്ലെങ്കിലും നിങ്ങൾ ആ വെയിലത്ത് ഒത്തിരി കഷ്ടപ്പെട്ട് കാണാം. അത് ഞാൻ ഇവരോട് ചോദിച്ചു. ഗ്രേറ്റ് വേ ടു സ്റ്റാർട്ട് എ ഡേ. പോർട്ട്ഫോളിയോ ഒന്ന് കാണിച്ചു കേട്ടോ. അശ്വിനി, അടുത്ത ക്രിസ്മസിന് നമുക്ക് ഫാമിലികളായിട്ടോ. ദിൽഷ ഡോക്ടർ മോർണിംഗിലാണോ? മഴ പോയേ കീറാൻ തുടങ്ങിയേ. Let's celebrate Ferrero Rocher. ഒരു വമ്പൻ പാക്കിംഗ് ആയിപ്പോയല്ലോ. Making us feel younger. Thank you. ഒരു ഫോട്ടോ എടുക്കാം എല്ലാവരും കൂടെ. So wishing all the best to our Kavya.